KSRTCയിൽ വൻ നിയമന അട്ടിമറി. KSRTCയിൽ നിലവിലുള്ള എല്ലാ സർക്കാർ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് കൂട്ടത്തോടെ ആശ്രിത നിയമനം നടത്താൻ നീക്കം. ജൂനിയർ അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള PSC റാങ്ക് പട്ടികയുടെ കാലാവധി തീരാൻ വെറും 6 മാസം ബാക്കി നിൽക്കെയാണ് ഉദ്യോഗാർത്ഥികളുടെ നെഞ്ചിൽ തീക്കരി വാരിയിട്ടുകൊണ്ട് സർക്കാരിന്റെ ഈ അടിയന്തര നീക്കം. പ്രിലിമിനറി മെയിൻസ് ഉൾപ്പെടെയുള്ള കഠിനമായ പരീക്ഷകൾ പാസ്സായി ജോലി സ്വപ്നം കണ്ടിരുന്ന ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുന്നത്. 419 പേരുടെ പട്ടിക തയ്യാറായി. ഭരണപരിഷ്കാര വകുപ്പിന്റെ കൃത്യമായ ഉത്തരവ് പ്രകാരം KSRTCയിലെ ആകെ ഒഴിവുകളുടെ 95% PSC വഴിയാണ് നികത്തേണ്ടത്. ആശ്രിത നിയമനത്തിനായി മാറ്റിവെക്കേണ്ടത് വെറും 5% മാത്രമാണ്. എന്നാൽ ഈ അനുപാതം പൂർണ്ണമായും അട്ടിമറിച്ചുകൊണ്ട് 419 പേരുടെ ഭീമമായ ഒരു ആശ്രിത നിയമന പട്ടികയാണ് ഇപ്പോൾ അധികൃതർ തയ്യാറാക്കിയിരിക്കുന്നത്. പട്ടികയിലെ 150 പേർക്ക് ആദ്യഘട്ടത്തിൽ നേരിട്ട് നിയമനം നൽകാനുള്ള നടപടികൾ വേഗത്തിലാക്കി. 10 വർഷത്തിന് ശേഷമാണ് KSRTCയിൽ ഇത്തരമൊരു ആശ്രിത നിയമനം നടക്കുന്നത്. ഇതിനായുള്ള ലിസ്റ്റ് നിലവിൽ പരിശോധനയ്ക്കായി എല്ലാ ഡിപ്പോകളിലേക്കും അയച്ചു കഴിഞ്ഞു. നിയമം ലംഘിച്ച് തസ്തിക സൃഷ്ടിക്കൽ, ആശ്രിത നിയമനത്തിനായി സൂപ്പർ ന്യൂമററി തസ്തികകൾ സൃഷ്ടിക്കാൻ വ്യവസ്ഥയുണ്ടെങ്കിലും അത് ഭാവിയിലെ 5% ഒഴിവുകളിലേക്ക് ക്രമീകരിക്കാൻ കഴിയുന്ന രീതിയിൽ മാത്രമേ പാടുള്ളൂ എന്നാണ് നിയമം. എന്നാൽ ഈ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കോർപ്പറേഷന്റെ ഇപ്പോഴത്തെ പണപ്പുറപ്പാട്. റാങ്ക് പട്ടിക നിലവിലിരിക്കെ PSC ഉദ്യോഗാർത്ഥികളെ അവഗണിച്ച് ആശ്രിത നിയമനത്തിന് സർക്കാർ അനിവാര്യ മുൻഗണന നൽകുന്നതിനെതിരെ ഉദ്യോഗാർത്ഥികൾക്കിടയിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്.